ചോറിന് കറി തയ്യാറാക്കാൻ പച്ചക്കറിയോ മീനോ ഒന്നുമില്ലെങ്കിലും വെറും വെളുത്തുള്ളി ഇഞ്ചി മാത്രം വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചോറിന് മാത്രമല്ല കേട്ടോ, നമുക്കിത് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു നുള്ളി ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വീതം ഉഴുന്ന് പരിപ്പും പിന്നെ കുറച്ച് കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരുപാട് കൂടി പോകണ്ട, ഇച്ചിരി മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു പരിപ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, കരിഞ്ഞു പോകരുത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചധികം തന്നെ എടുക്കുക, അതുപോലെ തന്നെ അതേ അളവ് തന്നെ നമ്മൾ ഇഞ്ചിയും എടുക്കണം. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ല പോലെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതങ്ങ് ഒരുപാട് വെന്ത് അടിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമുക്കൊന്ന് കുക്കായി കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ തക്കാളി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ പഴുത്ത തക്കാളി ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പഴുത്തെടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ തക്കാളി ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിയാണ് കുറച്ച് മുൻപന്തിരി നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടിയൊന്നും അധികം കൂടി പോകണ്ട. നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് പച്ചമുളക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നമ്മളിതിൽ പച്ചമുളകും ചേർക്കുന്നില്ല. ഇനി ആ പൊടീൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പുളിയും കൂടിയും പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പുളിയും ഒരുപാടങ്ങ് കൂടി പോകണ്ട. അപ്പോൾ എരിവും പുളിയും മധുരവും ഒക്കെ ഒന്ന് ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടുന്നൊരു കറിയായത്. ആ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഒരു പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ച് ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വറ്റി വരണം ഇത്, എന്നാലേ ആ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചിയും ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ആ പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി എരിവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഷുഗർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നല്ലപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്.